ഹലോ എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററി പഠിക്കുന്ന ഫോർത്ത് സെമസ്റ്ററുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് ടോട്ടലായിട്ട് ഫോർത്ത് സെമസ്റ്റർ BA ഹിസ്റ്ററിയുടെ ഒരു ഓവർവ്യൂ ആണ് ഇതിൽ പറയുന്നത്. എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, അത് ഏതൊക്കെ രീതിയിൽ പഠിക്കണം, അതിൻ്റെ ടോട്ടലായിട്ടുള്ള സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ കോഴ്സ് ആണ്. മലയാള സാഹിത്യം ഉണ്ടാവാം, അതുപോലെ തന്നെ അറബിക് ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് കലൈഡോസ്കോപ്പ് ആണ്, സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷാണ് അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോർ കോഴ്സ് ആണ്, വേൾഡ് ഹിസ്റ്ററി 2. വേൾഡ് ഹിസ്റ്ററി 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി 2 ഇന്ത്യൻ ഹിസ്റ്ററി 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി 2 ആണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ കോർ കോഴ്സ് ആയിട്ട് 2 എണ്ണം പഠിക്കാനുള്ളത്. അതായത് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും. കോംപ്ലിമെൻ്ററി കോഴ്സസ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2 ആയിരിക്കാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് ആയിരിക്കാം, ചിലപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടലായിട്ട് ഇത്ര സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോമൺ കോഴ്സ് ഉണ്ട്, കലൈഡോസ്കോപ്പ് ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി 2 ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി 2 ഉണ്ട്, പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവും. വേൾഡ് ഹിസ്റ്ററി 2-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ 4 മൊഡ്യൂളുകളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെഡീവൽ വേൾഡ് ആണ്. അതിൽ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് മെഡീവൽ വെസ്റ്റ് ഏഷ്യനെ കുറിച്ചിട്ടാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മെഡീവൽ ചൈന, അതായത് ടാങ് ആൻഡ് മിങ് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസിഷൻ. അപ്പോൾ ഈ ഒരു നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു ട്രാൻസിഷനെ കുറിച്ചിട്ടാണ് വേൾഡ് ഹിസ്റ്ററി 2-നകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഫോർത്ത് സെമസ്റ്ററിന് ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. അതുപോലെ ഓരോ പേപ്പേഴ്സിൻ്റെയും ഇംഗ്ലീഷ് മലയാളം നോട്ട്സുകൾ ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് സ്റ്റഡി സെഷൻസ്, അതായത് കമ്പൈൻഡ് സ്റ്റഡി സെഷൻസ് ഉണ്ടാവും. ഇപ്പോൾ 10 മണിക്കോ രാത്രി 10 to 11 അല്ലെങ്കിൽ രാവിലെ 5 to 6 സമയങ്ങളിലൊക്കെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി സെഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഓൺലൈൻ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. ഇതിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ BA ഹിസ്റ്ററിക്കാർക്ക് വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ഒരു സ്റ്റഡി സെഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ് പോലുള്ളത്. അതിൻ്റെ ലിങ്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. സോ രണ്ടാമത്തെ കോർ പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി 2 എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഇന്ത്യൻ ഹിസ്റ്ററി 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് ടോട്ടലായിട്ട് 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റിംഗ് ഏർലി മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ വിജയനഗര എംപയറിനെ കുറിച്ചിട്ടും അതുപോലെ ബമാനി കിങ്ഡത്തെ കുറിച്ചിട്ടും ഒക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മുഗൾ എംപയർ, മുഗൾ എംപയറിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് തേർഡ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിലീജിയസ് ഐഡിയാസ് ആൻഡ് ഭക്തി ട്രഡീഷൻസിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്.